നമസ്കാരം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പരാതി ആവാം. ഞാൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ട ഒരു ചിത്രമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടത്. അഹങ്കാരിയല്ല ഞാൻ, ധിക്കാരിയല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തി. നിങ്ങളുടെ ഈ പ്രവർത്തനവും രീതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല ശരി. നമ്മൾ കരുതിയതുപോലെ ഒന്നുമായിരുന്നില്ല നമ്മുടെ വീണ ജോർജ്. നമ്മൾ കരുതിയത് എന്തായിരുന്നു? ഇവർ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കണ്ടാൽ ചിരിക്കില്ല, മനുഷ്യരോട് സംസാരിക്കില്ല, ആകാശത്തുകൂടി മാത്രം നടക്കുന്ന ഒരു അനാര്യ ദേവതയാണ് വീണ ജോർജ് എന്നായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചു പോന്നിരുന്നത്. എന്നാൽ അതല്ല കൂട്ടരെ സത്യം. മന്ത്രിയായിരിക്കെ കേരളമൊട്ടാകെ ഒരു പര്യടനം നടത്തി. അതിൽ സുൽത്താൻ ബത്തേരിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമായിരുന്നു ചങ്കിൽ കൊള്ളുന്ന ആ അനുഭവം. ഒരാൾ അടുത്തു വന്ന് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ ഒന്നുമല്ല നിങ്ങളുടെ നടപ്പും രീതികളുമൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു സാധു സ്ത്രീയാണെന്നും പഞ്ചപാവമാണെന്നും. അതിനുശേഷം പത്തനംതിട്ടയിൽ വെച്ചും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. വാചകമെന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ് എന്നൊക്കെ ഉള്ളൊരു ചിത്രമാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. നിങ്ങളൊരു ധിക്കാരിയും അഹങ്കാരിയുമാണെന്നാണ് ഞാൻ കരുതി പോന്നിരുന്നത്. മാധ്യമങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞതെല്ലാം നുണയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ജനങ്ങൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി വന്നപ്പോഴേക്കും ആറന്മുള സത്രക്കടവിലൂടെ എത്രയോ ജലം ഒഴുകിപ്പോയിരുന്നു. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോദ്യോഗമെന്തിടൂ എന്ന് വെച്ചാൽ പമ്പയിലെ ജലമെല്ലാം ഒഴുകിപ്പോയതിനു ശേഷം അവിടെ ചിറകെട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഞാനൊരു 50 വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ എങ്കിലും അഡ്മിനാണ്. അതിൽ ഞാൻ പറയും നിങ്ങളൊരു സാധു സ്ത്രീയാണെന്ന്. വന്നപ്പോൾ മനസ്സിലായി ഞാൻ 50 ഗ്രൂപ്പിൽ അംഗമാണ്, ഞാൻ 50 ഗ്രൂപ്പിലും ഇന്ന് വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. 50 വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ആ മഹാനായ മനുഷ്യൻ തൻ്റെ എല്ലാ ഗ്രൂപ്പിലും വീണയെപ്പറ്റിയുള്ള നല്ല വാക്കുകൾ എഴുതിയിട്ടുണ്ടോ എന്തോ. പക്ഷേ ആറന്മുളക്കാരും ആ 50 ഗ്രൂപ്പിലും അംഗമല്ലായിരുന്നു. ആയിരുന്നെങ്കിൽ ഈ സത്യമറിഞ്ഞ ആറന്മുളക്കാർ വീണയെ ആകാശത്തോളം എടുത്തുയർത്തുമായിരുന്നു. കുഞ്ഞേ, നിന്നെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും അറിയാതെ പോയത് കൊണ്ട് അവർ കാലുവാരി ആറ്റിലെറിയുകയായിരുന്നു ചെയ്തത്. ലോകമേ, സത്യത്തിൽ ഞാനൊരു പാവമായിരുന്നേ. നിങ്ങളെല്ലാം കൂടി എന്നെ മോശക്കാരിയാക്കിയതാണ്. ദാ നോക്കൂ, എനിക്ക് അഹങ്കാരമില്ല, ധിക്കാരമില്ല. ആരെന്നോട് ചിരിച്ചാലും ഞാനും ചിരിക്കും. നിങ്ങളെന്നെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കൂ, ഞാനപ്പോൾ ഓടി വന്നെടുക്കും. അധികാരത്തിൻ്റെ ആനപ്പുറത്ത് നിന്നും ഇറങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ എത്ര പാവമാണ്. എനിക്കിപ്പോഴാണത് മനസ്സിലായത്. എനിക്കെതിരെ വന്ന മനുഷ്യർക്കും അത് മനസ്സിലായി. പക്ഷേ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എൻ്റെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും പോയി. ഇപ്പോഴും ഈ ആഘാതത്തിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു പാവം സഖാത്തിയാണ് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇങ്ങനെ 2 ഇടങ്ങളിൽ വെച്ച് വീണയ്ക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. വീണ്ടും കണ്ടാൽ അവരെ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചാൽ വീണയ്ക്കും ആശയക്കുഴപ്പമാണ്. സത്യത്തിൽ വീണ ജോർജ് അഹങ്കാരിയാണെന്നും വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും പരിപാടിക്ക് വിളിച്ചാൽ വരില്ലെന്നും പറഞ്ഞത് അവരുടെ പ്രിയപ്പെട്ട സഖാക്കൾ തന്നെയായിരുന്നു. അല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ BJPക്കാരോ വീണ ജോർജിനെ വിളിക്കാൻ ഒരു സാധ്യതയുമില്ല. അഥവാ വിളിച്ചാലും അവരെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുമെന്നും ഉറപ്പില്ല. വീണ ഇപ്പോൾ പറയുന്നത് കുറേ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം ചേർന്ന് എന്നെ വേട്ടയാടുകയായിരുന്നു എന്നാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്തങ്ങളും കമ്മികളും സംരക്ഷിച്ചു നിർത്തിയതും പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ടു നടന്നതും ഈ വീണ ജോർജിനെ ആയിരുന്നു. അവരെ പാടിപ്പുകർത്താത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല കമ്മി ജീവിതത്തിൽ. ആ കുട്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണെന്നാണ് ശ്രീമതിയും ശൈലജയും വരെ പറഞ്ഞത്. വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യരംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം അത്ഭുതകരമായിരുന്നല്ലോ. ഏതു പ്രസംഗത്തിലും വീണ ജോർജ് പറയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് മുരളീധരനാണല്ലോ. ഏതെങ്കിലും സൈബർ കൊങ്ങികൾ ആരോഗ്യരംഗത്തിൻ്റെ മികവിനെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്നത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ?
എന്തൊക്കെ കള്ളങ്ങളാണ് പിണറായി വിജയൻ മുതൽ വീണ വരെ ഈ വകുപ്പിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയത്. ചില സാങ്കല്പിക കഥാപാത്രങ്ങളെ മനസ്സിൽ കണ്ട് കള്ളക്കഥകൾ മെനയുക എന്നത് ഈ കമ്മീസിൻ്റെ പ്രധാന പരിപാടിയാണ്. ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നുമൊക്കെ വരുന്ന കുട്ടികൾ പിണറായി വിജയനോട് ചെന്നങ്ങ് പറയുകയാണ്, എന്തൊരു മാറ്റമാണ് നമ്മുടെ നാട് മാറിയത്. നമ്മുടെ റോഡുകൾ കണ്ടാൽ ന്യൂയോർക്കിലെ റോഡുകൾ തോറ്റുപോകും സാറേ. ഏതോ കോടീശ്വരനും പിണറായി വിജയനോട് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരണമെന്നുണ്ട്. പക്ഷെ പണക്കാരായ ഞങ്ങൾ അവിടെ വന്നാൽ ആരെങ്കിലും ഞങ്ങളെപ്പറ്റി മോശം പറഞ്ഞാലോ? ആ കോടീശ്വരൻ ഇത് ചോദിക്കുമ്പോഴും പിണറായി വിജയൻ അമേരിക്കയിലായിരുന്നു ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇനി കള്ളക്കഥ കൊണ്ട് ഓരോ ദിവസവും വന്ന് തള്ളിമറിക്കുന്ന ഒരു മുൻ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. എന്നെ ഫൊക്കാനയിൽ നിന്ന് വിളിച്ചു, മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ചു, അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു, ന്യൂയോർക്കിൽ നിന്നും വിളിച്ചു. കോവിഡ് കാലത്ത് അമേരിക്കയിൽ നിന്നും വിളിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ടീച്ചറെ ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് തരാമോ? നോക്കണേ, 4 മീറ്റർ കീറത്തുണി എടുത്ത് 10 മാസ്ക് ഉണ്ടാക്കാൻ കഴിയാത്ത പാവങ്ങളാണല്ലോ അമേരിക്കയിലുള്ളത്. അവന്മാർക്ക് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ മാസ്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്തിനാണ് ഈ കമ്മികൾ ഇങ്ങനെ പുളുവടിക്കുന്നത്? സത്യത്തിൽ വി.ഡി. സതീശൻ്റെ ഗുണം കൊണ്ടോ കോൺഗ്രസിൻ്റെ മെച്ചം കൊണ്ടോ ഒന്നുമല്ല 99 നിന്നും 35 ഈ വർഗമെത്തിയത്. നിത്യേന ഇവരടിക്കുന്ന പുളു കേൾക്കാൻ മനുഷ്യന് വയ്യാതായി, കേട്ടും മടുത്തു. ലോകമാതാ ജനനിയായി സങ്കല്പിച്ചിരിക്കുന്ന ശൈലജ പറഞ്ഞ മറ്റൊരു വെടിക്കഥയില്ലേ, നാണമില്ലാത്ത രീതിയിൽ ഏതോ ചാനലിൽ ചെന്നൊരു കസേരയും വലിച്ചിട്ടിരുന്നങ്ങ് കാച്ചുകയാണ്. ഏതോ നിരാലംബരായ സ്ത്രീകൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ അനാഥരല്ല, ഞങ്ങളെ കാക്കാൻ ഞങ്ങളുടെ പിറക്കാതെ പോയ മകനുണ്ട്. കേട്ടവർ വാപൊളിച്ചിരിക്കുമ്പോൾ ടീച്ചർ പറയുകയാണ് ഒരു ചെറുപുഞ്ചിരിയോടെ, എനിക്കറിയാമായിരുന്നു ആ പിറക്കാതെ പോയ ഉണ്ണി ആരാണെന്ന്. അത് പിണറായി വിജയനായിരുന്നു. ഒന്നാലോചിച്ച് നോക്കണേ, 82 വയസ്സുള്ള പിണറായി വിജയനെ തങ്ങൾക്ക് പിറക്കാതെ പോയ ഉണ്ണിയായി സങ്കല്പിച്ചിരിക്കുന്ന ആ സാങ്കല്പിക സ്ത്രീകൾ ആരായിരുന്നുവോ എന്തോ. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ശൈലജയെ? ആ പാവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ അവരുടെ പിറക്കാതെ പോയ ഉണ്ണിയെ ജനമെടുത്ത് തോട്ടിലെറിഞ്ഞ കഥ? ഇനി വീണ ജോർജിലേക്ക് വരാം. എന്തുകൊണ്ടാണ് വീണ ജോർജിനോട് ഇത്രയേറെ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നിയത്? ഞാൻ പിണറായി വിജയൻ്റെ മാനസപുത്രിയാണെന്നും അടുത്ത തലമുറയിലെ വിപ്ലവം നയിക്കാൻ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്നെയാണെന്നും വീണയ്ക്കങ്ങ് തോന്നി തുടങ്ങി. പാർട്ടിയുടെ ഒരു ഘടകത്തിലും പ്രവർത്തിച്ച ശീലമില്ലാത്തതിനാൽ പാർട്ടിയേക്കാൾ അവരങ്ങ് വളർന്നു. പിണറായി വിജയൻ്റെ അനുജ്ഞയാൽ എനിക്ക് എത്രമേൽ വേണമെങ്കിലും വളരാമെന്നൊരു ചിന്ത വന്നു. നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്ക് പോയിടത്തെല്ലാം വീണ ജോർജ് എന്തൊരു തട്ടുപൊളിപ്പൻ അഹങ്കാര പ്രസംഗങ്ങളായിരുന്നു. പാരസെറ്റമോൾ കൊടുത്തപ്പോൾ പനി മാറിയതിൻ്റെയും ഏതൊക്കെയോ ആശുപത്രികളിൽ ഡോക്ടർമാർ കുരു കുത്തിപ്പൊട്ടിച്ചതിൻ്റെയും തലയിലെ മുഴ ഓപ്പറേഷൻ ചെയ്തതിൻ്റെയും ഒക്കെ ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഇരിങ്ങാലക്കുടയിലോ മറ്റോ പ്രസംഗിച്ചതായിരുന്നു ഏറ്റവും രസം. കേന്ദ്രം പുതിയ പദ്ധതി പ്രകാരം ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്താൽ മാത്രമേ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കൂ എന്നും പറഞ്ഞു. എന്നാൽ വീണ ജോർജ് അവിടെ നിന്ന് അഹങ്കാരത്തോടെ പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു, കേന്ദ്രം പറയുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നാണ്. സൗകര്യപ്പെടില്ല എന്നറിയിച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ നോക്കിക്കൊള്ളാം. മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കണ്ട കാഴ്ചയോ? വീണ ജോർജ് തന്നെ നെരോലാക്കിൻ്റെ മഞ്ഞ പെയിൻറ് വാങ്ങി സർക്കാർ ആശുപത്രികൾ പെയിൻ്റ് അടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അടുത്ത ആഴ്ച തന്നെ ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് വന്നു. എന്തിനായിരുന്നു സാർ ഈ വെല്ലുവിളി? ആരോഗ്യരംഗത്തെ ഗുരുതരമായ എന്ത് വിഷയത്തെപ്പറ്റി വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞാലും ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് ചട്ടമ്പിത്തരം കാണിക്കുന്നതായിരുന്നു വീണ ജോർജിൻ്റെ പരിപാടി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരിക്കൽ വി.ഡി. സതീശൻ പറഞ്ഞു, സാർ, ഗുരുതരമായൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിരുന്നത്. കോവിഡിന് ശേഷമുള്ളൊരു ആഫ്റ്റർ ഇഫക്റ്റാണത്. ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് വീണു മരിക്കുന്നു. ഹൃദയാഘാതമാണ് കാരണം. എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ സാർ? ഉടൻ വീണ ജോർജ് എഴുന്നേറ്റ് പറയുകയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാർ. ഈ സ്ത്രീ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് അന്നേ തോന്നിപ്പോയി. എത്രയോ ചെറുപ്പക്കാരാണ് നമ്മുടെ കൺമുമ്പിൽ ഒറ്റ ദിവസം കൊണ്ട് വീണു മരിച്ചത്. ഇത് കോവിഡിന് ശേഷമുള്ള വലിയ ഭയാനകമായൊരു മാറ്റമായിരുന്നു. പക്ഷേ അതേപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവതരമായി സംഭാഷണം നടത്താനോ അതിനെപ്പറ്റി ആലോചിക്കാനോ ഈ സ്ത്രീ തയ്യാറായില്ല. താനൊരു ലേഡി പിണറായി ആണെന്ന ഭാവമായിരുന്നു വീണ ജോർജിന് എപ്പോഴും. അതിസുന്ദരമായ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വീണ ജോർജിൻ്റെ ഭാഷാ ശൈലിയും സംസാര രീതിയുമൊക്കെ അങ്ങ് മാറി. വല്ലാത്തൊരു നീട്ടലും കുറുക്കലും.
അധികാരത്തിൻ്റെ പൊങ്കച്ച വർത്തമാനങ്ങളും ആ വാക്കുകളിൽ നിഴലിച്ചു നിന്നു. ആരോഗ്യവകുപ്പിൽ എല്ലാ കാലത്തും കുഴപ്പങ്ങൾ പതിവാണ്. അത് നാളെയും സംഭവിക്കും. ഇതിനെ നമ്പർ 1 ആക്കാൻ ഒരാൾ വിചാരിച്ചാലും നടക്കുകയുമില്ല. പക്ഷേ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടും ഇരകളായവർക്ക് അർഹമായ നഷ്ടപരിഹാരങ്ങൾ അനുവദിച്ചും സംയമനത്തോടെ മുന്നോട്ട് പോകുന്നതാണ് പക്വതയുള്ള ഒരു മന്ത്രിയുടെ പണി. വീണ ആ വിഷയത്തിൽ പക്വത കാണിക്കാമെന്ന് കരുതിയാൽ പോലും പാർട്ടി നിങ്ങളെ അനുവദിക്കില്ല. അധികാരത്തിൽ വന്ന കാലം മുതൽ വീണ ജോർജ് ധരിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ വേട്ടയാടുകയാണെന്നാണ്. ഞാൻ നിരന്തരമായി ഒരു പക്ഷേ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും മന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ അസൂയയും കുശുമ്പുമാണ് എന്നുകൂടി ഒരു ഘട്ടത്തിൽ പറയാതെ പറഞ്ഞു. ശരിക്കും ഏഷ്യാനെറ്റും മലയാള മനോരമയും വീണ ജോർജിനെ കടിച്ചു കുടഞ്ഞാൽ പോലും ഇടതുപക്ഷം വിലക്കെടുത്ത എത്രയോ മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. മരമുറിക്കാരനും മാതൃഭൂമിയും ന്യൂസ് മലയാളവും ഗോപാലേട്ടൻ്റെ 24-ഉം ന്യൂസ് 18-ഉം മലയാളം ന്യൂസും കൈരളിയും ദേശാഭിമാനിയും എല്ലാം നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ? ഇപ്പോൾ ബിഗ് ടിവിയുമുണ്ട്. അതും പോരാഞ്ഞതിന് സൈബർ കമ്മികൾ ഓരോ ദിവസവും PR വർക്കിലൂടെ ചില്ലറയാണോ തള്ളിമറിച്ചത്? ഇതൊന്നും ഏശാതെ പോയി. അവസാന കാലത്ത് വീണ ജോർജ് കാണിച്ചു വെച്ച പെടലി നാടകം രാഷ്ട്രീയത്തിൽ നിങ്ങളെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ത്രീയാക്കി മാറ്റി. എന്തിനായിരുന്നു ആ നാടകമെന്ന് വീണ ജോർജിന് പോലും ഇപ്പോഴും അറിയില്ല. പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയായിരുന്നോ നിങ്ങൾ? നിയമസഭയിൽ മുഴങ്ങിക്കേട്ട സാറി കപ്പലാടി ഉലയുകയില്ല, അതിനൊരു ഗപ്പിത്താനുണ്ട്, അത് നവകേരള ധീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന പ്രസംഗം ഉണ്ടാക്കി വെച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. മാധ്യമങ്ങൾ എന്നെ വേട്ടയാടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ എൻ്റെ ഭർത്താവും എന്നെ പിന്നിൽ നിന്നും കുത്തി എന്ന് പറയുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കരുതേ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലേ എന്നല്ലേ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞത്. വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ എവിടെ ചെന്നാലും സെറ്റിട്ട് ഒരഭിനയമുണ്ട്. ആ റീലുകൾ കണ്ടാൽ ആരും രോമാഞ്ചം കൊണ്ടുപോകും. പാവങ്ങളുടെ ജീവിതത്തെ ഇത്രയേറെ പ്രകാശമാനമാക്കാൻ ഭൂമിയിൽ അവതരിച്ച ഒരു മദർ തെരേസ വേറെ ഇല്ലെന്ന് തോന്നിപ്പോകും. പിണറായി വിജയൻ്റെ ശരീരഭാഷയും ജനിതക ഘടനയും ആവേശപൂർവ്വം ഉൾക്കൊണ്ട CPM മന്ത്രിമാരായിരുന്നു ക്യാബിനറ്റിലുണ്ടായിരുന്നതെല്ലാം. പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച റോഡിൽ നിന്നാണ് എന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചത് എന്ന ഓർമ്മ വേണമെന്ന് വീണയുടെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. വീണ നാടോടി നൃത്തവുമായി കലോത്സവ വേദികളിൽ നടക്കുന്ന കാലത്തിനും എത്രയോ മുമ്പ് KK നായർ എന്ന മനുഷ്യനുണ്ടാക്കി വെച്ച പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് നിങ്ങളിത് പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ഓർത്തില്ല? ആരോഗ്യവകുപ്പിൽ നിന്നും ഞാൻ ഭരണമൊഴിഞ്ഞതോടെ സകലവിധ മഹാമാരികളും കേരളത്തിൽ താണ്ഡവമാടുകയാണെന്ന മട്ടിലാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. ഏത് രോഗത്തിനും വീണ ഇപ്പോൾ മരുന്ന് കുറിക്കും. കേരളത്തിൽ CPMന് ഇത്രയേറെ മാരകമായ പ്രഹരമുണ്ടാക്കി വെച്ചതിൻ്റെ ഒരു പങ്ക് വീണ ജോർജിനും അവകാശപ്പെട്ടതാണ്. ചുരുങ്ങിയ പക്ഷം പത്തനംതിട്ട ജില്ലയിലെ ഇടതിൻ്റെ കനത്ത തോൽവിക്ക് വീണ തന്നെയാണ് ഉത്തരവാദി. ഏത് പരിപാടിക്ക് ചെന്നാലും അവിടെ 10ഓ 100ഓ കമ്മികൾ മുദ്രാവാക്യം വിളിച്ച് മാലയിട്ട് സ്വീകരിക്കാനുണ്ടാകും. അതിനപ്പുറം പാർട്ടി പ്രവർത്തകർക്കിടയിൽ തൻ്റെ സ്ഥാനം എന്താണെന്നും അവർ തന്നെ എങ്ങനെ കാണുന്നു എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോയി. കൂടെ നടന്ന നിഴല് പോലും അവസാന മണിക്കൂറിൽ കാലുവാരി. അബിൻ ബർക്കിയാണ് തൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ മുതൽ വീണയ്ക്കും സഖാക്കൾക്കും പുച്ഛമായിരുന്നു. അയാൾ എവിടെ നിന്നോ വന്നയാൾ, ഞാൻ ഇവിടെ തന്നെ ഉള്ളയാൾ, ഇതായിരുന്നു ഭാവം. സൈബർ കമ്മികൾ വന്നിറങ്ങിയ പാടെ അയാൾക്ക് പേരിട്ടു കാളവർക്കി. കണ്ടം വഴി ഓടാനുള്ള വരമ്പുകളും കണ്ടുവച്ചു. എന്നെ ആരും വിമർശിച്ചുകൂടാ എന്നൊരു ധാർഷ്ട്യവും അഹങ്കാരവും വീണ ജോർജിനുണ്ടായിരുന്നു. സഭയുടെ പുത്രിയാണല്ലോ ഞാൻ. മേലനങ്ങാതെ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടിയിലെത്തി സ്ഥാനാർത്ഥിയായി, മന്ത്രിയായി. മൂക്കാതെ പഴുത്ത പഴമായതിൻ്റെ എല്ലാ ദോഷങ്ങളും ഉണ്ടായിരുന്നു. ചെമലക്കൊടിക്കുമപ്പുറം ഒരു ലോകമുണ്ടെന്നും അവരെന്താണ് ചിന്തിക്കുന്നത് എന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ആദ്യം മലർന്നു കിടക്കും, പിന്നെ കമിഴ്ന്ന് വീണും, പിന്നെ മുട്ടിലിഴയും, അതിനുശേഷം പിച്ച എഴുന്നേറ്റ് നടക്കും. രാഷ്ട്രീയ ശിശുക്കളും അങ്ങനെ വേണം പരിവർത്തനം ചെയ്യപ്പെടാൻ. അല്ലാതെ ജനിച്ചു വീണ ഒരു മനുഷ്യ ശിശുവും 8ാം പക്കം എഴുന്നേറ്റോടിയ ചരിത്രമില്ല.